സ്നേഹമോൾ നയനാനുണ്ട് കൊച്ചിയിൽ നിന്നും. സ്നേഹ, നെടുമ്പാശ്ശേരിയിലേക്കുള്ള യാത്രക്കാരുടെ മറ്റുമൊക്കെ സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരുപാട് യാത്രക്കാർ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നുണ്ട്. ശബരിമല സീസണാണ്, അയ്യപ്പ ഭക്തർ ഉൾപ്പെടെയാണെങ്കിൽ ആശ്രയിക്കുന്നുണ്ട്. അവർക്കുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ആണ് ഈ പ്രശ്നങ്ങളെല്ലാം മുന്നിലേക്ക് പോകുന്നതും. അവിടെയുള്ള യാത്രക്കാർ ഓരോരുത്തരും എന്താണ് പറയുന്നത്? എന്തെങ്കിലും ഇടപെടലൊക്കെ ഉണ്ടാകുന്നുണ്ടോ? പൂജ, യാതൊരു തരത്തിലുമുള്ള ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നതാണ് ഇന്നലെ മുതൽ ഈ എയർപോർട്ടിലെത്തിയ ആളുകളുണ്ട്. ഇപ്പോൾ ഈ കൊച്ചിയിലെ, ഈ നെടുമ്പാശ്ശേരിയിലെ ഈ വിമാനത്താവളം ഇൻഡിഗോയുടെ ഒരു ഫ്ലൈറ്റിൻ്റെ ക്യാൻസലാക്കിയ ഫ്ലൈറ്റുകൾ ഇങ്ങനെയാണ്. കൊച്ചി ജമ്മു 9 മണിക്ക് പുറപ്പെടേണ്ടിയിരുന്ന കൊച്ചി ബംഗളൂരു ഫ്ലൈറ്റ്, 9:30 പുറപ്പെടേണ്ടിയിരുന്ന കൊച്ചി ഹൈദരാബാദ് ഫ്ലൈറ്റ്, ഇവയാണ് റദ്ദാക്കിയിട്ടുള്ളത്. മാത്രമല്ല കൊച്ചി മുംബൈ ഇൻഡിഗോ വൈകിയാണ് ഓടുന്നത്. അങ്ങനെ ഏകദേശം 10ഓളം വിമാന സർവീസുകളെയാണ് കാര്യമായി ബാധിച്ചിരിക്കുന്നത്. അയ്യപ്പ ഭക്തരുണ്ട്, ഇവിടെ രോഗികളുണ്ട്. ഇന്നലെ ഉച്ച മുതൽ ഇവിടെ വന്നിരിക്കുന്ന ഹൃദ്രോഗിയായ ലണ്ടനിലുള്ള ഒരു മാർഗരറ്റ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുണ്ട്. അങ്ങനെ നിരവധി പേരാണ് ഇവിടെ ഇന്നലെ മുതൽ വന്നിരിക്കുന്നത്. ഏതായാലും ഇവരോട് ചോദിക്കുമ്പോൾ ഈ അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നതാണ്. കൃത്യമായി വിവരങ്ങൾ ഇവർ നൽകുന്നില്ല എന്നതുമാണ്. ഇപ്പോൾ ഇവിടെ കേരളത്തിലേക്ക് ആയുർവേദ ചികിത്സ തേടിയെത്തിയ ലണ്ടനിൽ നിന്നുമുള്ള ഒരു ആളാണ്. ബ്രിട്ടീഷ് എയർവേസ് വഴിയാണ് അവർ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഇന്നലെ ഉച്ചയ്ക്ക് ഇവിടെ എത്തിയതാണ്. മുംബൈയിലേക്ക് ഇന്നലെ വൈകുന്നേരത്തോടുകൂടെ മുംബൈയിലേക്കും അവിടെ നിന്ന് ലണ്ടനിലേക്കും പുറപ്പെടേണ്ടിയിരുന്ന ആളാണ്. ബ്രിട്ടീഷ് എയർവേസിനൊന്ന് കണക്ട് ചെയ്ത് തരാൻ പറഞ്ഞപ്പോൾ പോലും അങ്ങനെ തരാൻ സാധിക്കില്ല എന്നതാണ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പ്രതികരണം. പലതവണ അവരോട് പോയി ചോദിച്ചല്ലേ ബ്രിട്ടീഷ് എയർവേസുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് തരാൻ? എന്നിട്ട് ജസ്റ്റ് ഫ്യൂ മിനിറ്റ്സ് മുന്നേ പോയിട്ടും അവർ പറഞ്ഞു അവർക്ക് പിടിക്കാൻ പറ്റത്തില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ ഹാർട്ട് പേഷ്യൻ്റായി ഇന്നലെ 3:15 തൊട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു എന്ന്, എൻ്റെ കണക്റ്റിംഗ് ഫ്ലൈറ്റ് മിക്സായെന്ന്. എന്നിട്ട് ഞാൻ ബ്രിട്ടീഷ് എയർവേസിൻ്റെ റെഫറൻസ് നമ്പറും കൊടുത്തു, ബുക്കിംഗ് റെഫറൻസ് നമ്പർ. എന്നിട്ട് അത് അവർ നോക്കിയിട്ടും എന്നിട്ടും അവർ പറയുന്ന അവർക്ക് പിടിക്കാൻ പറ്റത്തില്ല. അവരുടെ റെസ്പോൺസിബിലിറ്റി, ഇവരുടെ തെറ്റ് കാരണമല്ല. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു എനിക്ക് ഇന്ത്യൻ ഫോൺ സർവീസ് ഇല്ലയെന്ന്, എനിക്ക് വിളിക്കാൻ മേലാന്ന്. അവരുടെ ലോക്കൽ ഇന്ത്യയിലെ നമ്പറാണ്. അപ്പോൾ ആ നമ്പറൊന്ന് വിളിക്കുക, അവരുടെ അടുത്ത് സംസാരിക്കേണ്ട ആവശ്യമുള്ളൂ. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ഇവിടെ മീഡിയ ഉണ്ട്, നിങ്ങൾ എക്സ്പോസ് ആവുന്നു. അപ്പോൾ ആ പെണ്ണ് പറഞ്ഞു ശരി ചെയ്തോ. സോ ദേ ഡോണ്ട് കെയർ. ഇന്നലെ മുതൽ ഇവിടെ എയർപോർട്ടിൽ തുടരുകയാണ്. നിങ്ങളൊന്നും എൻ്റെ കൂടെ ഒന്ന് വരാമോ അവിടെ അടുത്തൊന്ന് ചോദിക്കും. ബിക്കോസ് ഇത് ശരിയല്ല. അവർ ജസ്റ്റ് ബ്രിട്ടീഷ് എയർവേസിനെ ഒന്ന് വിളിക്കേണ്ട കാര്യങ്ങൾ. എൻ്റെ ഒറിജിനൽ ബുക്കിംഗ് ഞാൻ ഹാർട്ട് പേഷ്യൻ്റ് വീൽചെയർ അസിസ്റ്റൻസ് വേണമെന്നൊക്കെ പറഞ്ഞിട്ടും ഒന്നും ചെയ്തില്ല അവർ. എന്തായാലും ഇങ്ങനെയാണ്. പകരം ഒരു സംവിധാനം പോലും ഒരുക്കുന്നില്ല. ഹൃദ്രോഗിയാണ് എന്ന് അറിയിച്ചിരുന്നു, എങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ആരോട് വേണമെങ്കിലും പറഞ്ഞോ എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇന്നലെ മാത്രം 30ഓളം ഫ്ലൈറ്റുകളാണ് ക്യാൻസലാക്കിയിട്ടുള്ളത്. നമ്മൾ ഇന്നലെ കണ്ടതാണ്. അയ്യപ്പ ഭക്തരുടെ പ്രതിഷേധമൊക്കെ വലിയ രീതിയിൽ കണ്ടതാണ്. ഈ ജീവനക്കാരെ ഒക്കെ തടഞ്ഞു വെച്ചുകൊണ്ടുള്ള പ്രതിഷേധമായിരുന്നു. ഇന്നും അങ്ങനെ തന്നെയാണ്. അല്പസമയം മുമ്പ് ഒരു ജർമ്മൻ പൗരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചതാണ്. 2 ദിവസം മുന്നേ ആയിരുന്നു അവർക്ക് തിരിച്ച് ജർമ്മനിയിലേക്ക് പോകേണ്ടിയിരുന്നത്. ഫ്ലൈറ്റ് ഡിലേ ആയി എന്ന് പറഞ്ഞ് ആദ്യം ഇമെയിൽ വരും, അതിനുശേഷം വീണ്ടും ഡിലേ ആയി എന്ന് പറഞ്ഞ് ഇമെയിൽ വരും. അങ്ങനെ ഇവർ ഇമെയിൽ അനുസരിച്ച് എയർപോർട്ടിലേക്ക് വരും. പക്ഷേ ഇന്ന് ഇവിടെ എത്തിയപ്പോഴായിരുന്നു അവരുടെ ഫ്ലൈറ്റ് ക്യാൻസലായി വിവരം അറിയുന്നത്. കൃത്യമായ വിവരങ്ങൾ ഈ ജീവനക്കാർ നൽകുന്നില്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. വലിയ രീതിയിലുള്ള പ്രതിസന്ധി തന്നെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മുതൽ ഈ എയർപോർട്ടിൽ വന്നിരിക്കുന്ന ആളുകളുണ്ട്. പകരം സംവിധാനം ഒരുക്കുന്നില്ല എന്ന് തന്നെയാണ് യാത്രക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. മാത്രമല്ല മറ്റ് ഫ്ലൈറ്റുകളുടെ വില വർധനവ് ഈ യാത്രക്കാർക്ക് താങ്ങാൻ സാധിക്കുന്നതിലും അപ്പുറമുള്ള വില വർധനവാണ് എന്നതും കൂടി എടുത്തു പറയേണ്ടതായിരിക്കുന്നു. പൂജ, ശരിയാണ്. കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ വീഴ്ച തന്നെയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ മാപ്പ് പറയുന്നത് കണ്ടതാണ്. എത്രയൊക്കെ വാദങ്ങൾ നിരത്തി വെച്ചാലും പ്രശ്നങ്ങളൊക്കെ തന്നെയും യാത്രക്കാർക്ക് മാത്രമാണ് ഉണ്ടാകുന്നത്. നമ്മൾ